പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 മുമ്പ് ഒരു 3 മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ഒരു കാലം വരാനുണ്ട്. ആ കാലത്ത് 3 പരീക്ഷണങ്ങൾ, അതായത് എന്ത് ജോലി ചെയ്താലും ബറക്കത്തുണ്ടാവില്ല, ആ കാര്യം റെഡിയാകില്ല, ക്യാഷ് സാമ്പത്തിക വരുമാനം അത് ശരിയാകില്ല, ചിലപ്പോൾ ബാലൻസ് ഉണ്ടാകില്ല, ഇനി ഉണ്ടായാൽ തന്നെ അത് രോഗത്തിനും ചികിത്സക്കുമായിട്ട് ചുമ്മാ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ബറക്കത്തില്ലായ്മ അത് കാണും. മറ്റത് ഭരണകർത്താക്കൾ, അവരുടെ മുന്നിൽ നിൽക്കുന്ന നേതൃത്വം, വീട്ടിലാകാം, പാർട്ടിയിലാകാം, രാജ്യത്താകാം, ആരുമാകാം, ആ നേതൃത്വം മോശമാകുക, അക്രമകാരികളാകുക, ഭയങ്കര ഇടങ്ങറാണ്. ആ വിഷയം ഉണ്ടാകും, പരീക്ഷണം ഉണ്ടാവും. 3-ാമത്തെ ഈമാനില്ലാതെ മരിച്ചു പോകും. ഈ 3 പരീക്ഷണങ്ങൾ കിട്ടുന്ന ആർക്കാണെന്നറിയോ? അവർ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണ് ചെയ്യുന്നതെന്നറിയോ? തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും അത്തരം തിന്മകൾ മാറ്റിവെക്കണം. ഏതാണ് ആ 3 കാര്യങ്ങൾ, ഏതാണ് ആ 3 പ്രശ്നങ്ങൾ, ആർക്കാണ് ഉണ്ടാവുക? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന വേണ്ടപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നന്മയിൽ നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രഗത്ഭമായിട്ട് നമുക്ക് കാണാം 3 പരീക്ഷണങ്ങൾ, ബലിയാത്തുകൾ ഈ ഉമ്മത്തിൽപ്പെട്ട ഭൂരിഭാഗം ആളുകൾക്കും വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ സംജാതമാകുന്നുണ്ട്. അങ്ങനെ ഒരു കാലം വരും. ആ കാലത്ത് ഈ 3 പരീക്ഷണങ്ങൾ കൊണ്ട് ആളുകൾ ഭൂരിഭാഗവും തകർന്നു പോകും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഏതാ പരീക്ഷണങ്ങൾ വരുന്നതെന്നറിയോ? സലാസു ബലിയാത്താണ് വരാൻ പോകുന്നത്. അത് ഏതൊക്കെയാണത്? ഊലാഹ, അതിൽ 1-ാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് യർഫഉല്ലാഹുൽ ബറകത മിൻ കസ്ബിഹി. അവനവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി ഉണ്ടല്ലോ, ജോലി, അത് ഏത് ജോലിയാകാം, എന്ത് ജോലിയാകാം, ആ ജോലിയിൽ നിന്ന് ബറക്കത്തിനെ അള്ളാഹു ഉയർത്തിക്കളയും. അതിൽ നിന്ന് ബറക്കത്ത് ഉയർത്തപ്പെടും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വ്യാപകമായി ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ പലപ്പോഴും അനുഭവിക്കുന്ന, സ്വന്തം എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു വിഷയമാണ്. എന്ത് ജോലി ചെയ്താലും ബറക്കത്ത് കാണുന്നില്ല. ബറക്കത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല, അനുഭവിക്കേണ്ടതാണ് ബറക്കത്ത്. ബറക്കത്തുള്ളതും ബറക്കത്തില്ലായ്മയും രണ്ടും നമുക്ക് അനുഭവിക്കാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. വേറെ ആളോട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, വരുമാനങ്ങൾ വരുന്നുണ്ട്, പക്ഷേ നമുക്ക് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ഒന്നും നമുക്ക് ബാലൻസ് കാണുന്നില്ല, അല്ലെങ്കിൽ ക്യാഷ് വരുന്നുണ്ട്, രോഗങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് അതിങ്ങനെ ചിലവായി പോകുകയാണ്. അതിലൊരു പിന്നെ നമുക്ക് പിടിച്ചു നില വരുന്നില്ല, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു ആത്മാർത്ഥത വരുന്നില്ല, അല്ലെങ്കിൽ അത് നമുക്ക് റാഹത്തായ, നമുക്ക് സന്തോഷകരമായൊരു ജോലിയല്ല. ചെറുതാകട്ടെ വലുതാകട്ടെ, ഏതായിരുന്നാലും നമ്മുടെ ജോലി സംബന്ധമായി ബന്ധപ്പെട്ട, നമ്മളുടെ ജീവിതത്തിലെ അധ്വാനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ബറക്കത്തില്ലാത്തൊരു പരീക്ഷണം ഈ ഉമ്മത്തിൽ വരാൻ പോകുന്നൊരു കാലമുണ്ട്. അന്ന് ഒരുപാട് പേർ അതിൽ പ്രയാസപ്പെടും എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 1-ാമത്തത് അതാണ്. 2-ാമത്തെ കേട്ടോളൂ, വസ്സാനിയത്തു, 2-ാമത്തെ പരീക്ഷണം, വരാൻ പോകുന്ന പരീക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്, മുൻകൂട്ടി സൂചിപ്പിക്കാൻ. 2-ാമത്തെ കാര്യം എന്താ? യുസല്ലിത്തുല്ലാഹു തആല അലൈഹിം സുൽത്താനൻ ളാലിമ. അള്ളാഹു അക്രമകാരികളായ ഭരണാധികാരികളെ അവരുടെ നേതാക്കന്മാരായി കൊണ്ടുവരും. അവർക്ക് അധികാരം കൊടുക്കും. അക്രമകാരി ളാലിമീങ്ങൾക്ക് അധികാരം കിട്ടിയുള്ള അവസ്ഥ എന്താ? ഇന്ന് ഏതു മേഖലകളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ, അവിടെയെല്ലാം അധികാരവർഗത്തിലേക്ക് വരുന്നവർ അവരുടെ ഭരണീയരെ ആ അധികാരത്തിലേക്ക് ഒരുപക്ഷെ അവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ പോലും പല സമയത്തിലും പല സന്ദർഭത്തിലും അവരവരുടെ സേഫ്റ്റി നോക്കിയിട്ട്, അവരവരുടെ പിന്നെ സന്തോഷം നോക്കിയിട്ട് നമ്മളോട് അക്രമം കാണിക്കുന്ന അവസ്ഥ. അത് പൊതുവായി അത് രാഷ്ട്രീയ മേഖലകളിലും പലപ്പോഴും കാണും, അത് നമ്മുടെ കുടുംബപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ബന്ധങ്ങളിൽ കാണും, നമ്മുടെ സ്വന്തം വീട്ടിലെ അവസ്ഥകൾ പോലും പലപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം, അക്രമകാരികളെ നമ്മുടെ മുന്നിൽ നടക്കുന്ന നേതാക്കന്മാരാക്കുന്നത് പ്രിയപ്പെട്ടവരെ വലിയ പ്രശ്നമാണ്.
വലിയ പ്രശ്നം. ഏത് മതരംഗത്തും അങ്ങനെ ഉണ്ടാകാം. മതരംഗത്തും നേതാക്കന്മാരായി നമ്മൾ പ്രത്യേകിച്ച് പരിഗണിച്ച് ബഹുമാനിക്കപ്പെടേണ്ട, നമ്മൾ അവരെ പിന്തുടരേണ്ടവരാണ്. അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്, അവരെ മുന്നിൽ നിർത്തേണ്ടവരാണ്. അങ്ങനെയുള്ള ആളുകൾ, അവരാണ് നമുക്ക് നേതൃത്വം. ആ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും നീതിപരമായ മാന്യപരമായ ഒരു സമീപനമുണ്ടാകുമ്പോഴല്ലേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അവർ അനീതി കാണിച്ചാലോ, അവർ അക്രമം കാണിച്ചാലോ, അവർ മനസ്സിലാക്കി വെക്കുന്ന അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള നന്മകൾ മറച്ചുവെച്ച് അവരുടെ കാര്യലാഭം അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ സംഘടനയുടെ കാര്യലാഭം ഇത് തുറന്നു പറഞ്ഞ് നമുക്ക് പണിയാം എന്ത് കരുതിയിട്ട് ഹക്കുകൾ, സത്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക. ഇതൊക്കെ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ സമുദായത്തിന് വരാൻ പോകുന്ന നാശങ്ങളാണ്. എല്ലാ മേഖലകളിലും ഭരണാധികാരികൾ എന്നാലോചിച്ച് നോക്കി. ഈ പരിശുദ്ധമായ ഈ മനോഹരമായ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്ര മനോഹരമാണ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ, എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ ഭരണഘടന. ഇങ്ങനെ ഇത്രയും മനോഹരമായ സവിസ്തരം ഡീപ്പായി പ്രതിപാദിക്കുന്ന ഒരു ഭരണഘടനയും ലോകത്തൊരു രാജ്യത്തിനുമില്ല. അത്രയേറെ മനോഹരമാണ്. പക്ഷേ അതിൻ്റെ നിയമങ്ങൾ കേവലം അതിൻ്റെ നിയമങ്ങൾ എഴുതപ്പെട്ട പുസ്തകത്താളുകളിൽ കിടക്കുന്നു എന്നല്ലാതെ അതൊന്നും പാലിക്കപ്പെടാൻ പലപ്പോഴും വലിയ വലിയ നേതാക്കന്മാർക്കും വലിയ വലിയ ഭരണകർത്താക്കൾക്കും സാധ്യമാകാതെ അനീതിയുടെ സംസാരങ്ങൾ, നീതിയില്ലായ്മയുടെ ചാഞ്ചാട്ടങ്ങൾ, ഇതൊക്കെയല്ലേ കാണുന്നത്. സയത്തി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് ഇതെല്ലാം ലൈവായി കാണേണ്ടവരാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ രണ്ടാമത്തെ പരീക്ഷണം, നമ്മുടെ അധികാരവർഗത്തിൽ വരുന്ന, നമ്മുടെ നേതാക്കന്മാരായി വരുന്ന ആളുകൾ, മുന്നിൽ നിൽക്കുന്നവർ തീർച്ചയായും അവർ അക്രമം കാണിക്കുന്നവരാണ് എങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഇനി വസ്സാലിസത്തു, മൂന്നാമത്തെ പ്രശ്നം, പരീക്ഷണം എന്ന് പറയുന്നത് യഖ്റുജൂന മിന ദുനിയാ ബിഗൈരി ഈമാൻ, ഈമാനില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരും. ഈമാൻ കിട്ടില്ല. ഈ മൂന്ന് കാര്യവും പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ നാശവും അപകടകരവുമാണ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഹദീസ് അതിൻ്റെ തുടക്കഭാഗം, സയതി സമാനുൻ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാ. അൽ ഉലമാ, അൽ ഉലമ കേവലം പണ്ഡിതന്മാരല്ല, അൽ ഉലമ പാണ്ഡിത്യത്തിൻ്റെ വിശുദ്ധി മാനിച്ച് പാലിച്ച് ജീവിക്കുന്ന, സൂക്ഷ്മതയുള്ള, വറഉള്ള സംസാരമൊന്ന്, പ്രസംഗമൊന്ന്, പ്രവർത്തനം വേറെയൊന്ന്. അതേപോലത്തെ ലോ ക്ലാസ് പാർട്ടിയല്ല. അവർ തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്ന് പറയാൻ ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുക എന്ന് മാത്രമല്ല, ദീൻ കാണണമെങ്കിൽ അവരിലേക്ക് നോക്കിയാൽ മതി. അവർ സംസാരിക്കുന്നത് അള്ളാഹിൻ്റെ പൊരുത്തമുള്ള കാര്യമാണ്. അവർ കേൾക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അവർ കാണുന്നത് അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ടത് മാത്രമാണ്. അവർ പറയുന്നത് എല്ലാം അങ്ങനെയാണ്. അവരുടെ കൂടെ ഇരുന്നാൽ പിന്നെ അള്ളാഹുവിനെ കുറിച്ചല്ലാതെ വേറെ ഒരു ഇടപാടിലേക്ക് പോകില്ല. അവർ തിന്മയിലേക്കുള്ള ചർച്ചയില്ല. അങ്ങനെയുള്ള സ്വാലിഹീൻ അൽ ഉലമ എത്രയുണ്ട് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും പത്രത്തിലും ചിത്രത്തിലൊന്നും നമ്മൾ കണ്ടോളണമെന്നില്ല. കണ്ടു എന്ന് കരുതി മോശക്കാരാണെന്നല്ല, തീർച്ചയായും അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അൽ ഉലമ, അവരുടെ ഉപദേശങ്ങൾ, ഓരോ സാന്ദർഭികമായും അവരുടെ ഇടപെടലുകൾ, അവരുടെ ഉപദേശങ്ങൾ, വാക്കുകൾ അത് സ്വീകരിക്കാതെ പോയാൽ, ഫുഖഹാക്കൾ, ദീനിൽ അവഗാഹമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, യോഗ്യരായ പണ്ഡിതന്മാർ, അവരെ ആരും ഭയപ്പെട്ട് ബഹുമാനിക്കേണ്ട, അവരെ നമ്മൾ ബഹുമാനിക്കാൻ അവർ ക്വാളിഫൈഡാണ് നമുക്ക് തന്നെ തോന്നും. അത് സ്വാലിഹായൊരു മനുഷ്യനാണ്, അത് നല്ല പണ്ഡിതനാണ് നമുക്ക് തോന്നും. അങ്ങനെയുള്ള മഹാന്മാരായ മഹത്തുക്കളുടെ വാക്കുകൾ കേൾക്കാതെ അതിൽ നിന്ന് റിവേഴ്സ് നിൽക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക, യഫിറൂന അതിൽ നിന്ന് ഓടി മറയുക. തീർച്ചയായിട്ടും അത്തരം സ്വഭാവക്കാരായ ആളുകൾക്ക് ഈ മൂന്ന് പരീക്ഷണം ഉണ്ടാവും. അതായത് അവിടെ ജോലി എന്ത് പരിപാടി ചെയ്താലും ബർക്കത്തുണ്ടാവില്ല. അത് പൊട്ടിപ്പാളീസാകും, അല്ലെങ്കിൽ അത് ഫലശൂന്യമായി പോകും, നാശത്തിലാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഭരണാധികാരികൾ മോശമാവും, അക്രമം കാണിക്കുക അവരോട് എന്തിൻ്റെ പേരിലാണെങ്കിലും. മൂന്നാമത്തെ ഈമാനില്ലാതെ മരിച്ചു പോകും. ഈ മൂന്ന് പ്രശ്നങ്ങളും ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മഹാന്മാരായ മഹത്തുക്കളായ അവർ കിതാബിലൂടെ സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഹൈറായ ബന്ധം,
ഒരു ഹൈറായ ബന്ധം, അവരുടെ സാരോപദേശങ്ങൾ കൃത്യമായി അവർക്ക് ജയിക്കാൻ വേണ്ടിയല്ല, നമ്മുടെ വിജയത്തിന് വേണ്ടി ആ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ മനസ്സ് കൊടുക്കണം. ഒരു കാരണവശാലും അത് അപമര്യാദയുടെ, ബഹുമാനക്കേടിൻ്റെ ഒന്നും ജീവിതത്തിൽ അത്തരം സന്ദർഭങ്ങളിൽ ഒന്നും സാധുവിന് നമുക്ക് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അത്തരം അൽ ഉലമാഇൻ്റെ കീഴിൽ മനോഹരമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു സലാമത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله